എന്താണ് സംഭവം? മുളയരി. നമ്മളിപ്പോൾ പാൽച്ചുരത്താണ്, പാൽച്ചുരം. അപ്പോൾ ഇത് അവിടെ നിന്നൊരു മുളയരി പായസം നമ്മളെ ഏച്ചീൻ്റെ കടയാണ്. പാൽച്ചുരത്തിൽ ഏറ്റവും അതെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുടിക്കുന്നതാണ്. ഇവിടെ ഒരു വാട്ടർഫോൾസും കൂടി ഉണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. അത് ആ കാണുന്നതാണ് മുളയരി. ഇതാണ് മുളയരി. മുള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കുന്നതോടെ ഈ അരി ഉണ്ടാകുന്നതോടെ ഇത് നശിച്ചു പോകുന്ന പറയുന്നത്. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മുളയരി പായസം കുറേ സ്ഥലത്തുണ്ട്. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന കട. അപ്പോൾ ഈ കാണുന്ന ഷോപ്പിൻ്റെ സൈഡിൽ കൂടെയുള്ളൊരു വഴിയുണ്ട്, അതാണ് പോകേണ്ടത്. ഈ റൂട്ട് വന്നിട്ട് കുറച്ച് ദുസ്സഹമായിട്ടുള്ള റൂട്ടാണ്. ഇതെല്ലാ വണ്ടിയും ഇങ്ങനെ കയറി പോകുന്നൊന്നും അറിയില്ല. കുറച്ച് കുത്തനെയുള്ള ഇറക്കമൊക്കെ. ഇതിൻ്റെ ചുറ്റും കാഴ്ചകൾ അടിപൊളിയാട്ടാ, നല്ല നൈസ് കാഴ്ചകൾ. നല്ല അടിപൊളി സ്ഥലട്ടാ. അപ്പോൾ മലേൻ്റെ മണ്ടയൊക്കെ നോക്കി. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ, നമുക്ക് ഇങ്ങോട്ടേക്ക് വണ്ടിയൊന്നും പോവില്ല. അപ്പോൾ ഈ കലുങ്ക് വരെ നമ്മളിവിടെ വണ്ടി ഇട്ട് ഇനി നടക്കാൻ പോകാം. ആക്ച്വലി ഇങ്ങനെയും കാണുന്നുണ്ട്, ഇങ്ങനെയും വഴി കാണുന്നുണ്ട്. ഇതായിരിക്കും തോന്നുന്നു. നമ്മളിതിലേ നടന്നു പോട്ടെ. പ്രിപ്പയർ ആയിട്ടൊന്നല്ല വന്നേ. നമ്മളാകെ ഒരു തോർത്ത് മാത്രം വാങ്ങിച്ച്. രജീസ് ഖാൻ്റെ പഴയ ഒരു ലുങ്കി അതിലുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അയ്യോ, ദുസ്സഹമായിട്ടുള്ള പാതയായിരുന്നല്ലോ. ഈ സൈഡ് നല്ല അരുവികളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന വെച്ചാൽ വെള്ളം അത്യാവശ്യം ഉണ്ട്. ഇപ്പം നോർമലി എല്ലായിടക്കും വെള്ളം കുറയുന്ന സമയമാണ്, പക്ഷെ ഇവിടെ വെള്ളമുണ്ട്. ഒരു ഒറ്റയടിപ്പാത മാത്രമാണ് കാണുന്നത്. കാരണം അധികകാലം യൂസ് ചെയ്യാത്ത ഒരു വഴിയാണ്. നല്ല കാടാട്ടെ ഇത്. എന്താ മോനെ, ഇതാടാ ഇന്ന വഴിയുണ്ട്. എനക്ക് തോന്നേ വേറെ വഴിയുണ്ട് എന്ന് തോന്നിട്ടാ. എൻ്റെ മോനെ സീന് വഴിയാ, കടുവ മാത്രം പോയ വഴിയാ. വാ, ആക്ച്വലി നല്ല വഴിയാട്ടാ, അടിപൊളി. ഒരു ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. നല്ല പേടിപ്പെടുത്തുന്ന വഴിയാ. പ്രത്യേകിച്ച് ഇപ്പോൾ കടുവകളൊക്കെ നാട്ടിലിറങ്ങുന്നതുകൊണ്ട് ഇവിടെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. വേണ്ട, പേടിച്ചിട്ട് ബാക്കിൽ തന്നെ നിൽക്കുക അവരുടെ. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണോ റൂട്ട് എന്നൊരു സംശയമുണ്ട്. ഇത് തന്നെയാ കാണിക്കുന്ന റൂട്ട്. ആ, അപ്പോ ഈ മാപ്പിൽ ഇത് തന്നെയാ കാണിക്കുന്നത്. എനിവേ നല്ല കാട്, നല്ല രസാട്ടോ ഇവിടത്തേക്ക് വരാൻ. എന്താ മോനെ, തടിയൊക്കെ ഉരുണ്ട കെട്ടി കുറേ വീണിട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു വാട്ടർഫോൾസ് ഉണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, ഇതല്ല സംഭവം. ഓരോ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല എന്നല്ല പറഞ്ഞേ. അപ്പോൾ ആ വാട്ടർഫോൾസിന്റെ ഭാഗം തന്നെയാണ് ഇത്. പക്ഷെങ്കിൽ ഇതല്ല മേളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് മേളിലേക്ക് പോയി നോക്കാം. അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതുവഴി ഒരു ചെറിയൊരു വഴി കാണുന്നുണ്ട്. എന്തായാലും അധികം ആൾക്കാരൊന്നും വരാത്തൊരു വഴിയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പോകുന്ന വഴി. വഴി എന്ന് പറയുന്നത് ഭയങ്കര സംഭവട്ടാ. എന്താ മോനെ, ഇതേതൊക്കെ, അയ്യോ മരമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുക.
തടസ്സം നിൽക്കുവോ മഴ? നമ്മള് ശരിക്കും വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല അടിപൊളി വഴി കേട്ടാ. നോക്കിയേ, കയറി വരുന്നുണ്ടോ? മോനെ അടിപൊളിയല്ലേ സംഭവം കേട്ടോ. അഡ്വഞ്ചറസ്, നല്ല രീതിയിൽ അഡ്വഞ്ചറസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. എടാ എത്തിയടാ, ഇതാണ് സംഭവം. നമ്മൾ റീച്ച് ചെയ്തടാ. എന്താ മോനെ, ആകെ ഒരു വലിയ എടാ ഇങ്ങോട്ട് സ്ഥലമുണ്ട് എടാ. അങ്ങോട്ടൊരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ പോന്നെ. എന്താ ഗുളിക? അത് ചുയിങ്കാടാ. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അടിപൊളി ഒരു പ്രൈവറ്റ് സ്പോട്ട് അല്ലേ. കീടു സാധനം മോനെ. ഇതിന്റെ ആഴവും കാര്യങ്ങളൊന്നും അറിയില്ല, ഒന്ന് നോക്കണം. അപ്പൊ പൊളിക്കും സുഹൃത്തുക്കളെ, പൊളിക്കും. അപ്പൊ we made it. അപ്പൊ ഇതാണ് സ്ഥലം. അടിപൊളി സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ വാട്ടർഫോൾസ് നമ്മൾ ഇടക്കിടക്ക് പോകുന്നതാണെങ്കിലും ഇതൊരു നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതിന്റെ ഓപ്പോസിറ്റ് സെക്ഷനാണ് നമ്മൾ കാണിക്കുന്നത്. ഇതൊക്കെ അപ്പുറത്തെ ഭാഗത്ത് നല്ല കുന്നും മലകളുമായിട്ട് നിറഞ്ഞു കിടക്കുന്ന, കാറ്റിന്റെ ഉള്ളിൽ കൂടെ കുറച്ച് സമയത്ത് ചെറിയൊരു ട്രെക്കിംഗ് ആണ്, എന്നാലും കാറ്റിന്റെ ഉള്ളിൽ കൂടെ നല്ല അടിപൊളി വൈബ് ട്രെക്കിംഗ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോട്ടിലെത്താം. ഇതേപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ വേറെ കുളിക്കാനുണ്ട്. അപ്പോൾ ഓക്കെ മോനെ, സെറ്റ്. ഒരു ചെറിയ വഴിയാണ്. ഫാമിലീസൊക്കെ എത്രത്തോളം ഇവിടെ വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. സംഭവം വെച്ചാൽ ചെറിയൊരു വഴിയാണ്. അപ്പം ഇതാണ് സ്ഥലം, ഞാൻ കാണിച്ചു തരാം. ഇതാ പാശിയിലുണ്ട്. അപ്പൊ ഇത് കിട്ടുന്ന സ്ഥലമാണെന്ന് പോലെ നല്ല തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ മേലോട്ട് കയറാനൊന്നും പറ്റുമോന്നൊന്നും അറിയില്ല. ഇനി ഇതിനെക്കാട്ടി നല്ല സ്പോട്ട് കാരണം വെച്ചാൽ മേലെ ഇതേപോലെ ചെറിയൊരു വാട്ടർഫോൾസ് കാണുന്നുണ്ട്. അത് അങ്ങ് ആ ഭാഗത്തെല്ലാം വാട്ടർഫോൾസ് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതേപോലത്തെ ലൊക്കേഷൻ മേലെയും കാണാം. പക്ഷെ നമുക്ക് തൽക്കാലം ഇത് മതി. അപ്പം ഗായ്സ്, നമ്മൾ ഒരു പുതിയൊരു ലൊക്കേഷനും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അധികാരമൊന്നും വരാത്തൊരു പാൽച്ചരം വാട്ടർഫോൾസ്. ഇതാണ് ഗായ്സ്. പക്ഷെ നല്ല ഹൈറ്റിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഈ ഹൈറ്റും അതിൻ്റെ മണ്ടയിലൊക്കെ ആ ഭാഗത്തൊക്കെ ആയിട്ട് അവിടെ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ സംഭവം വെച്ചാൽ നമ്മൾ അധികം ആരും വരുന്നില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവിടെ അധികം വൃത്തികേടായിട്ടൊന്നും കാണുന്നില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതേപോലെ തന്നെ ഇവിടെ ഫൈൻ അടിക്കും. ഇപ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ 2000 രൂപ ഫൈനാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. നമ്മളെ ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭാവി തലമുറ കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഗൈസ് അടിപൊളി. നമ്മളിനി അറമാദിക്കട്ടെ. ഇതിന്റെ ആഴം ഒന്നും അറിയില്ല, ഡീപ്പ്. എടാ ഇത് നല്ല ആഴം ഉണ്ടാവൂടാ. കാല് വെച്ച് നോക്കുമ്പോ ഫ്രീസായി പോകുന്ന എൻ്റെ കൂട്ടുള്ള തണുപ്പ്. വെറുതെ ഇന്നത്തെ കോളി കയറിയെന്ന് പറഞ്ഞ എന്റെ മോനെ തണുപ്പ് ഇതെല്ലാം പറഞ്ഞ ഇതേ തണുപ്പ് സത്യം ഫ്രീസായി പോകുന്ന തണുപ്പ് കേട്ടോ. അടിപൊളി. എന്തായാലും വേണം ഈ ലൊക്കേഷൻ. എന്തായാലും നമ്മളിത് സ്ഥിരം ലൊക്കേഷൻ ആക്കിയിട്ട് പിഞ്ചായിട്ട് ഇടുവാണ്. സംഭവം ഇഷ്ടപ്പെട്ട കളർ തന്നെ. ഇതൊക്കെ മോനെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ച സ്ഥലമാണ്. അടിപൊളി മോനെ, അടിപൊളി. എന്റെ മോനെ ബ്യൂട്ടി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ഏത് ലെവല് മോനെ. മോനെ പൊളിക്കും. അടിപൊളി സ്ഥലം കേട്ടോ. അടിപൊളി സ്ഥലം എന്നാണ്. സംഭവം ഈ പാറപ്പുറത്തോട്ട് കയറി നോക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയതിൻ്റെ. ഇതാണ് സംഭവം ഏറ്റവും ടോപ്പ്. അടിപൊളി സ്ഥലത്തില്. സൂപ്പർ മോനെ, സൂപ്പർ. കുറേ ട്രെക്ക് ചെയ്യണം. ഇങ്ങോട്ട് മേലോട്ട് വരുന്നത് കുറച്ച് റിസ്ക്കാണ്. മഴക്കാലത്തൊന്നും തീരെ നടക്കില്ല. ഇപ്പം അടിപൊളിയാണ്. ആക്ച്വലി നമ്മൾ വന്ന സ്ഥലം, അത് നമ്മൾ കുളിച്ച സ്ഥലമെല്ലാം നോക്കുക. ഏറ്റവും അടിയിലുള്ള സ്ഥലമാണ് നമ്മൾ കുളിച്ച സ്ഥലം. ഇതിന്റെ ശബ്ദം നോക്കിയ പൊളിച്ച സ്ഥലം കേട്ടാ.
അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചു വന്ന് നമുക്ക് ആ സ്ഥലത്ത് മേലേക്ക് പോകാൻ പറ്റിയില്ല. വരുന്ന റൂട്ട് നോക്കിയാ ഓക്കെ, ദുസ്സഹമായിട്ടുള്ള വാതയിൽ കൂടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്.